നമസ്കാരങ്ങൾ കേട്ടാ. നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ അറിയാമല്ലോ. തന്നെ കുസുമാമ്മയുടെ മകളാണ്. ഒരുപാട് നാളായി നിങ്ങളെയൊക്കെ കണ്ടിട്ട് പോരെ സംസാരിക്കണമെന്ന് കരുതുന്നു. നമുക്ക് സംസാരിക്കാൻ പറ്റണ വിഷയം എന്തെങ്കിലും കിട്ടിയല്ലേ സംസാരിക്കാൻ ഒക്കുള്ളൂ. അതുകൊണ്ടാണ് കേട്ടാ വരാത്തൊന്നും തോന്നല്ലേ. ഇന്നലെ 2 കോമരികൾ എറണാകുളത്ത് ഒരു കോയിലിനകത്ത് കയറി കിടന്ന് കാണിച്ച കാട്ടയങ്ങൾ കണ്ടപ്പോൾ നിങ്ങളോട് 2 വർത്തമാനം പറയണമെന്ന് ഞാൻ വിചാരിച്ചു കേട്ടാ. പള്ള നിറയെ കല്ലിനെ അടിച്ച് കയറ്റിക്കൊണ്ട് 2 കോമരികൾ ഒരു കോയിലിനകത്ത് കാണിക്കുക ഇനി പാടൊന്നുമില്ല. നിങ്ങളെല്ലാം ആ വീഡിയോ കണ്ടു കാണുമല്ലേ. ഞാൻ അതിനെപ്പറ്റി വേറൊരു കാര്യം പറയാനാണ് അപ്പികളെ ഉദ്ദേശിക്കുന്നത്. ഇതിനെക്കുറിച്ച് എല്ലാവരും പറഞ്ഞ് ഇവിടെ ലഹരിയുടെ കാര്യം ഇതൊക്കെ എപ്പോഴും പറയണത് തന്നെ. പക്ഷേ എവളുമാരുടെ മുഖം കാണിച്ചില്ലല്ല. ഇവരുടെ മുഖം കാണിച്ചാൽ എന്തൊരു സംഭവിക്കും? ഇവരുടെ സ്ഥാനത്ത് 2 പയ്യന്മാരാണെങ്കിൽ അവർ മുഖം കാണിക്കുമല്ല. അപ്പോൾ പയ്യന്മാരും കോമരികളും കൂടെ എന്തിനാണ് വ്യത്യാസം കാണിക്കണത്? ബാക്കി എല്ലാ കാര്യത്തിലും സ്ത്രീയും പുരുഷനും സമത്വം, ആണുങ്ങൾ പോണടത്തെല്ലാം പെണ്ണുങ്ങൾ പോകണം, ആണുങ്ങൾ ചെയ്യണതെല്ലാം പെണ്ണുങ്ങൾക്ക് ചെയ്യണം എന്നൊക്കെ പറയല്ല. എൻ്റെ വിവരക്കേടാണേ ക്ഷമിക്കപ്പേ. അപ്പം ഞാൻ നോക്കണ് ഇവരുടെ മുഖം ഇങ്ങനെ മറച്ച് കാണി. ഇവളുമാരെ പുറത്ത് കണ്ടാൽ നമുക്കൊന്ന് അറിയണ്ടേ അപ്പികളെ, എല്ലാവരും കണ്ടിരിക്കണ്ടേ. എന്തൊരു തോന്നിയാസമാണ് കിടന്ന് കാണിച്ചത്. മൂക്കറ്റം കള്ളും കുടിച്ചുകൊണ്ട് കയറച്ചെന്ന് കൊടുക്കേണ്ട സ്ഥലമാണ് ആ കോയിൽ. നമ്മൾ എല്ലാവരും വിശ്വാസികളല്ലേ അപ്പികളെ. വിശ്വാസം ഇല്ലാത്തവർ തന്നെ ആണെങ്കിലും ഈ കോയിലും പള്ളികളിലും ഒക്കെ ഇങ്ങനെ ചെന്ന് കയറേണ്ട സ്ഥലങ്ങളാണ്. ഏതെങ്കിലും ആണുങ്ങൾ ഇവളുമാരുടെ മുഖത്ത് നോക്കി ഇച്ചി പോന്നൊന്ന് പറഞ്ഞാൽ മതി, യവന്മാരുടെ പേര് നാളെ പീഡനത്തിന് കേസ് വരും. അതുകൊണ്ട് ആണുങ്ങൾക്ക് അങ്ങോട്ട് അടുക്കാൻ പറ്റുക അതുമില്ല. വനിതാ പോലീസുകാരുടെ കൈ വല്ല നിൽക്കുക. എന്തൊരു പരാക്രമങ്ങൾ കടന്ന് കാണിക്കണത്. ലോകം അവസാനിക്കാൻ പോണെന്ന് തോന്നുന്നു. എനിക്ക് ഈ കാര്യത്തിൽ ഇത്രേ പറയാനുള്ള അപ്പിയാളെ. ഇന്നലെ മുഴുവൻ എല്ലാ ചാനലുകളും അതൊക്കെ പറയണത് കേട്ട് കള്ള് കഞ്ചാവ് അടിച്ചും കൊണ്ട് ആണുങ്ങളും പെണ്ണുങ്ങളും കാണിക്കണ കൂത്താട്ടങ്ങൾ. പക്ഷേ ഈ പെണ്ണുങ്ങൾ എന്തെങ്കിലും തോന്നാസങ്ങൾ കാട്ടിക്കഴിയുമ്പോൾ ഇവരുടെ മുഖം മറച്ചു വെച്ചും കൊണ്ട് ആണുങ്ങൾ എന്തെങ്കിലും കാണിക്കുമ്പോൾ അവരുടെ മുഖം കാട്ടണത് എന്താണ്? ഈ കള്ളും കഞ്ചാവും അടിച്ച് തോന്നുന്ന പോലെ കാണിക്കണ പയ്യന്മാരെ ഒന്നും ഞാൻ വെള്ളപൂശല്ല കേട്ടോ. അങ്ങനെ വിചാരിക്കരുതേ പിള്ളേ. ഞാൻ പറയണത് ഒരു പയ്യനാണെങ്കിൽ ഇവൻ്റെ അഡ്രസ്സ്, ഇവൻ്റെ പേര്, ഇവൻ്റെ അച്ഛൻ്റെ പേര്, അങ്ങനെ എല്ലാ കാര്യങ്ങളും പറയും. ഈ കൊമരികൾ ഈ പെൺപിള്ളേർ വന്നപ്പോൾ എന്തരാണ് അവരിങ്ങനെ മറച്ചു പിടിക്കാൻ കാര്യമെന്ന് നമ്മളെപ്പോലെ സാധാരണക്കാർക്ക് മനസ്സിലാവണില്ല. അപ്പം ഇവരുടെ മുഖം കാണിക്കുക എന്തിനാണ് ആളുകൾ കിടന്ന് ഇങ്ങനെ പറയണതെന്ന് നിങ്ങൾ ചിന്തിക്കുകയായിരിക്കും. ഇവരുടെയൊക്കെ ത്വാളിൽ നാളെ വന്ന് കയറേണ്ട പാവപ്പെട്ട പയ്യന്മാരൊക്കെ ഇല്ലേ, ഇവരാരാണെന്ന് പുറം ലോകം അറിഞ്ഞാലല്ലേ ആ കണക്കിന് ഇവരുടെ അടുത്ത് സമൂഹത്തിനും മറ്റുള്ള ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ ഇടപെടാൻ പറ്റുള്ളൂ. നമ്മുടെ വിവരത്തിൻ്റെ ആ പരിമിതി നിന്നുകൊണ്ടാണ് ഇപ്പം നമ്മൾ പറയണത്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം കേട്ടാ. പിന്നെ ഒരു കാര്യം കൂടെ പറയാൻ കേട്ടാ. എന്തെങ്കിലും എന്നെപ്പോലുള്ളവർ പറയുമ്പം കൊലസ്ത്രീയാണ്, കൊലസ്ത്രീ കളിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇവിടെ മാറിയിരുന്നൊന്നും പറയരുതേ അപ്പികളെ. നമ്മൾ നല്ലതിന് വേണ്ടിയാണ് പറയണത്. എല്ലാ കാര്യത്തിലും ആണുങ്ങളോടൊപ്പം തുല്യത വേണമെന്നും പറഞ്ഞ് മുറവിളി കൂട്ടുകയാണ് സ്ത്രീകൾ. അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെ. സംവരണം എല്ലാത്തിലും വേണം. ഈ കണക്കിന് ഈ കളിയെല്ലാം കണ്ടിട്ട് ബാറുകളിലും കൂടെ 50% സംവരണം വനിതകൾക്ക് ഏർപ്പെടുത്തണമെന്ന് തോന്നണമല്ല. ഇല്ല, ട്രെയിനിലൊക്കെ ലേഡീസ് കമ്പാർട്ട്മെൻറ്റ് പോലെ ബാറിലും ഒക്കെ ഇനി ലേഡീസിന് വേണ്ടിയിട്ട് ഇടം വേണം. ഇത് എന്തൊരു കലികാലം അപ്പം. ആണും പെണ്ണും വേർതിരിച്ച് ചേച്ചി സംസാരിക്കുകയാണെന്ന് നിങ്ങൾക്കൊന്നും തോന്നരുത് അപ്പികളെ. കാര്യങ്ങളാണ് പറയണത്. ചെയ്യേണ്ടതേ ആണായാലും പെണ്ണായാലും ചെയ്യാവുള്ളൂ. ചുമ്മാ ഇങ്ങനെ കാവറക്കി കൊമരികളെ ഇങ്ങനെ അഴിച്ച് വിട്ടിരിക്കണമെന്നില്ലാണ് വീട്ടുകാർ. ഈ നവോത്ഥാനം എന്നൊക്കെ പറയണത് ഇത് തന്നെ അപ്പി. നമുക്കൊന്നും അറിഞ്ഞുകൂടാ കേട്ടാ. ഇതാണാ നവോത്ഥാനം? എനിക്ക് ഇങ്ങനെയുള്ള ഓരോ കാട്ടായങ്ങൾ കാട്ടി വരുമ്പോൾ അമ്മയുടെ അപ്പുറമാണ് ഞാൻ കേട്ടാ. എന്തെങ്കിലും കണ്ടാൽ നമുക്കങ്ങ് പ്രതികരിക്കണം. ഇവർ ഈ ആണിനും പെണ്ണിനും ഇങ്ങനെയുള്ള ക്രിമിനൽ പണികൾ കാണിക്കണവരിൽ ഇവർ എന്തിനാണ് വ്യത്യാസം കാണിക്കണത്? ഇനി ഇന്ത്യയിൽ അങ്ങനെ ഒരു നിയമം ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റണ്ടേ അപ്പികളെ. ആണിനൊരു നിയമം, പെണ്ണിനൊരു നിയമം. എല്ലാവർക്കും സ്വകാര്യതയ്ക്ക് ഒരു വില തന്നെയല്ലേ ഉള്ളത്? അല്ലേ, എനിക്കറിയാൻ പാടില്ല എന്നിട്ട് ചോദിക്കുകയാണ്. സ്ത്രീകൾക്ക് കുറേ എന്തൊക്കെയോ മുൻഗണനകൾ, കുറേ പരിഗണനകളൊക്കെ ഉണ്ട്. അതൊക്കെ വേണം, വേണ്ടെന്നല്ല പറയണത്. ഇമാതിരി ത്വാന്യാസങ്ങൾ കാണിക്കുമ്പോൾ എന്ത് പരിഗണനയാണ് ഇവർക്ക് കൊടുക്കേണ്ടത്? എന്തിനാണ് ഇവർക്കത് കൊടുക്കണത്? ഒരു പോക്സോ കേസ് ഉൾപ്പെട്ട ഒരു കൊച്ചു കുഞ്ഞിൻ്റെ മുഖം കാണിക്കരുതെന്ന് പറയണം, നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ പെണ്ണുങ്ങളെ പീഡിപ്പിക്കപ്പെട്ട പെണ്ണുങ്ങളുടെ മുഖം കാട്ടരുതെന്ന് പറഞ്ഞാൽ നമുക്കതൊക്കെ മനസ്സിലാക്കാം, അതൊക്കെ ഉൾക്കൊള്ളണം. ഇങ്ങനെയുള്ള തോന്നിയാസങ്ങൾ കാണിക്കുമ്പോൾ ഇവരുടെ എല്ലാം മുഖം പുറത്തു വിടണ്ടേ? കൊച്ചു കുഞ്ഞുങ്ങളെ തലയ്ക്കിട്ട് അടിച്ച് കൊല്ലണത്, കണ്ടവന്മാരുടെ കൂടെ പോയി കുഞ്ഞിനെ കൊല്ലണത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണവന്മാരുടെ പടം എന്തിനാണ് ഇവർ മറച്ചു വെക്കണത്? ആ ഒരൊറ്റ ചോദ്യം ചോദിക്കാൻ വേണ്ടിയാണ് അപ്പികളെ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരുന്ന് വർത്തമാനം പറഞ്ഞത്.
ഇതിനകത്ത് ഇവിടെ കുടി നിരോധിക്കണമെന്നാ ലഹരി നിരോധിക്കണമെന്നാ ഒന്നും ഞാൻ പറയണില്ല. ഇതിനെപ്പറ്റിയൊക്കെ കുറേ നാളുകൾ എൻ്റെ അമ്മ ഉൾപ്പെടെ ഇഷ്ടം പോലെ ആളുകൾ ഇവിടെ സംസാരിക്കുന്നതാണ്. ഇവരിത് നിർത്താൻ പോണ, നമ്മൾ എത്ര കടന്ന് പറഞ്ഞാലും അവരിവിടെ മദ്യം നിർത്താൻ പോണ. ഇവർ മദ്യം കൊടുത്തുകൊണ്ടേ ഇരിക്കുകയല്ലേ, കൊച്ചു പെമ്പിള്ളേർക്ക് കുടിക്കാൻ കണക്കിനുള്ള മദ്യങ്ങൾ കൊടുക്കുകയാണ്. ഇപ്പം അടിച്ച് പൂക്കുറ്റിയായിട്ട് കോവിലിനകത്തും പള്ളിയുടെ അകത്തുമൊക്കെ ചെന്ന് കയറി കൊടുക്കണ അവസ്ഥ വരെ എത്തിച്ച്. ഈ ഒരു ഒറ്റ കാര്യത്തിന് നിങ്ങളുടെ അഭിപ്രായം എന്തരാണെന്ന് ആ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതിയേക്കണേ അപ്പികളെ. തെമ്മാടിത്തരം കാണിക്കുന്ന ആണിനും പെണ്ണിനും എന്തിനാണ് വ്യത്യാസം കൊടുക്കണത്? ഈ പെണ്ണുങ്ങളുടെ മുഖം ഇങ്ങനെ മറച്ച് വെക്കണതിനോട് നിങ്ങൾക്ക് യോജിപ്പുണ്ടാന്ന് മാത്രം ചേച്ചി ഒന്ന് അറിയിക്കണേ.